വായിച്ചതിന് ശേഷം ആ കുറിപ്പ് അവിടെ തന്നെ കത്തിച്ചും കളഞ്ഞു. ഉടനെ മുത്തശ്ശി കഥ പറഞ്ഞു നിർത്തി. ജിയോതി വിളക്ക് പ്രതിഷ്ഠിച്ച ഈ നാട് പിന്നീട് ജിയോതിക്കാവായി. മുത്തശ്ശി തുടർന്നു. എന്നാൽ മണിയൻ്റെ കഥയറിയാനോ? ലക്ഷ്മിക്കുട്ടിക്ക് തിടുക്കമായി. ഇത് കേട്ട മുത്തശ്ശി ലക്ഷ്മിക്കുട്ടിയെ വഴക്ക് പറഞ്ഞു. രാത്രി കിടക്കുമ്പോൾ വല്ല ഭഗവാന്റെ നാമം വിളിക്കുന്നതിന് പകരം ജിയോതി വിളക്ക് കെട്ട ആ കള്ളൻ്റെ കഥയാണ് നിനക്കറിയണ്ടേ? മണിയനെ പിടിക്കാനായി രാത്രി തീപ്പന്തം കത്തിച്ച് നാട്ടുകാരെല്ലാം ഒത്തുകൂടി. എന്നാൽ അതേ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞു കയറി മണിയൻ അവരുടെ കഴുത്തിലെ സ്വർണം കട്ടുകൊണ്ട് ദൂരെ മറഞ്ഞു. അച്ചാച്ചൻ കള്ളനായതിനാൽ അജയനെ എല്ലാവരും സംശയിക്കാറുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് എന്തു മോഷണം പോയാലും അജയനെയായിരുന്നു എല്ലാവരും ആദ്യം സംശയിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ വിഷമം തോന്നിയ അജയൻ ഇതെല്ലാം ഉമ്മയോട് പറഞ്ഞു. എൻ്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഒരു കള്ളനാവാനേ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തീൻ്റെ ക്ഷമയും കുറുക്കൻ്റെ കെണിയും പഠിക്കണം. അല്ലേലും കൂട്ടുകൂടാൻ നല്ലത് കാക്കയും പൂച്ചയൊക്കെ തന്നെ ആടാ. മുത്തശ്ശി പറഞ്ഞു നിർത്തി. എന്നാൽ ഇത് ശ്രദ്ധിച്ച അജയൻ എന്തോ ഒന്ന് മനസ്സിലുറപ്പിച്ചു.